ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമുക്ക് ദർശിക്കാനാവുന്ന പ്രത്യേകത എന്ന് പറയുന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷം കർഷകർ കോൺഗ്രസിനൊപ്പം ചേരുന്നു എന്നുള്ളതാണ്. രാജ്യത്തിന് ഭക്ഷണം നൽകുന്ന കർഷകർ രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞു. ഒന്നോർക്കണം, 70% കൃഷിക്കാരുള്ള ഒരു രാജ്യത്ത് കർഷകർ ഒരു പാർട്ടിയുടെ ഒപ്പം നിൽക്കുക എന്നത് രാജ്യം പിടിച്ചു എന്നതിന് തുല്യമാണ്. മിനിമം താങ്ങുവില വിഷയത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ പാലിക്കപ്പെടുന്നില്ലെങ്കിൽ ഡൽഹിയിലേക്ക് വീണ്ടും മാർച്ച് നടത്തുമെന്നും കൂടെ ഉണ്ടാകണമെന്നും കർഷകർ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ അറിയിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കർഷകരുടെ പ്രതികരണം. കർഷകർക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും സ്വാമിനാഥൻ റിപ്പോർട്ട് ഉറപ്പായും നടപ്പാക്കണമെന്നും ചർച്ചയിൽ പങ്കെടുത്ത കർഷക നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മോദിയിൽ വിശ്വാസം നഷ്ടപ്പെട്ട കർഷകർ രാഹുൽ ഗാന്ധിയിൽ വിശ്വാസം അർപ്പിക്കുന്ന കാഴ്ച രാജ്യം പ്രതീക്ഷയോടെയാണ് കാണുന്നത്. മിനിമം താങ്ങുവില ഉയർത്തുക, അതിന് നിയമപരിരക്ഷ നൽകുക തുടങ്ങിയ കർഷകരുടെ ദീർഘകാല ആവശ്യങ്ങൾ നടപ്പാക്കാൻ ഇനി മോദിക്കാവില്ലെന്നും അതുകൊണ്ട് തന്നെ സ്വകാര്യ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്നും കർഷകർ രാഹുലിനോട് ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള 12ഓളം കർഷക നേതാക്കളാണ് രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ചത്. കെ സി വേണുഗോപാൽ, ദീപേന്ദർ സിംഗ് ഹൂഡ, അമരേന്ദർ സിംഗ് രാജ, സുഖ്ബീന്ദർ സിംഗ് രൺധാവ എന്നിവർ ഈ കർഷകരോടൊത്തുള്ള യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കർഷകരുടെ വിഷയം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും സ്വകാര്യ ബില്ലായി വിഷയം അവതരിപ്പിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കോൺഗ്രസ് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ യോഗത്തിൽ കർഷകരും കോൺഗ്രസും ഒരുമിച്ച് നീങ്ങണമെന്ന തീരുമാനമായിരുന്നു എടുത്തത്. ഇതോടെ കോൺഗ്രസിന് രാജ്യത്തെ ഭരിക്കാനുള്ള പിന്തുണ ലഭിച്ചു കഴിഞ്ഞു എന്നർത്ഥം. കർഷകർക്ക് വന്നിരിക്കുന്ന മോദി വിരുദ്ധതയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ തോൽവി എന്നിരിക്കെ കർഷകർ കോൺഗ്രസിന് കൈകൊടുത്തതോടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കൈവിട്ടു എന്നതിൽ BJPക്ക് സംശയം വേണ്ട.